മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഇപ്പോഴും സംശയങ്ങൾ തീർന്നിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാവും എംപിയുമായ രാഹുൽ ഗാന്ധി. തിരഞ്ഞെടുപ്പിനിടെ 1 കോടി വോട്ടർമാരെ പുതുതായി ചേർത്തത് സംശയാസ്പദമാണെന്നും വോട്ടർമാരുടെ പട്ടിക പുറത്തുവിടാനുള്ള കടമ തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ടെന്നും രാഹുൽ പറയുന്നുണ്ട്. വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ കുതിച്ചുചാട്ടത്തെക്കുറിച്ച് വിശദീകരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയണമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. നമ്മുടെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെന്നും ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് വിവരങ്ങൾ വേണമെന്നും രാഹുൽ പറയുന്നു. പുതിയ കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടനത്തിന് ശേഷം നടന്ന ചടങ്ങിലായിരുന്നു രാഹുലിന്റെ ഈ പ്രസ്താവന. വോട്ടർ പട്ടിക പാർട്ടിക്ക് നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിസമ്മതിച്ചു. ഇതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും രാഹുൽ തുറന്നടിച്ചു. ഇതിനിടയിൽ ഡൽഹി തിരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കവേ AAP നേതാവ് അരവിന്ദ് കെജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി എത്തിയതും ശ്രദ്ധേയമായി. കെജ്രിവാളിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഉപമിച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം. പ്രധാനമന്ത്രിയും കെജ്രിവാളും തെറ്റായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ പറ്റിച്ചെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാജ്യവ്യാപകമായ ജാതി സെൻസസ് വിഷയത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി സംസാരിച്ചു. പ്രധാനമന്ത്രി മോദിയിൽ നിന്നും കെജ്രിവാളിൽ നിന്നും താൻ ജാതി സെൻസസിനെ കുറിച്ച് ഒരു വാക്കുപോലും കേട്ടിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഗൗതം അദാനിക്കെതിരെ കെജ്രിവാൾ സംസാരിക്കാത്തത് എന്താണെന്നും രാഹുൽ ചോദിച്ചു. കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന ഷീലാ ദീക്ഷിതിന്റെ കാലത്താണ് ഡൽഹിയിൽ വികസനം വന്നതെന്നും കെജ്രിവാളിനോ BJPക്കോ അതുപോലെ വികസനം കൊണ്ടുവരാനായില്ലെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി മോദിയും കെജ്രിവാളും പണപ്പെരുപ്പം കുറയ്ക്കുമെന്ന് വാഗ്ദാനം ചെയ്തെങ്കിലും നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ത്യയിൽ ദരിദ്രർ കൂടുതൽ ദരിദ്രരും സമ്പന്നർ കൂടുതൽ സമ്പന്നരുമാകുകയാണെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചിരുന്നു. ഹരിയാന മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ മോശം പ്രകടനത്തിനു പിന്നാലെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയിൽ ഭിന്നിപ്പുകൾ ഉണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് രാഹുലിന്റെ ഈ വിമർശനം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായാണ് മത്സരിച്ചത്. അതേസമയം ഡൽഹിയിൽ അധികാരം AAP നിലനിർത്തുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. പൂർണ്ണ ശക്തിയോടെയും ആവേശത്തോടെയും ആം ആദ്മി പ്രവർത്തകർ തിരഞ്ഞെടുപ്പിന് തയ്യാറാണെന്നും കെജ്രിവാൾ കൂട്ടിച്ചേർത്തു. ഫെബ്രുവരി 5-ന് ഒറ്റഘട്ടമായാണ് ഡൽഹിയിലെ തിരഞ്ഞെടുപ്പ് നടക്കുക. 8-നാണ് വോട്ടെണ്ണൽ.